അപ്പോൾ ഇന്നത്തെ കറി ചെറുപയർ മുളപ്പിച്ച് അതുകൊണ്ട് ഒരു കുറുമ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ സവാള ചേർത്തിട്ടില്ല, ചെറിയ ഉള്ളിയാണ് ചേർത്തേക്കുന്നത്. കാരണം സവാള നല്ല വിലയാണ്. അപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു 8-10 എടുത്തു. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ആദ്യം ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ജാറിൽ കുറച്ച് നാളികേരം, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം, പിന്നെ കുറച്ച് കശകശ, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ ചുമന്നുള്ളി, പിന്നെ ഒരു ചെറിയ തക്കാളി, ഇതെല്ലാം കൂടി ചേർത്ത് ആദ്യം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ച് കഴിഞ്ഞു. ഇനി കുക്കർ വയ്ക്കുകയാണ്. കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയ ശേഷം പട്ട, ഗ്രാമ്പു, പിന്നെ പച്ചമുളക്, ഇഞ്ചി, പിന്നെ ചുമന്നുള്ളി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് അരപ്പും കൂടി അതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ അരപ്പ് ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് വീണ്ടും ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മുളപ്പിച്ച് വെച്ചിരുന്ന ചെറുപയർ അതിലേക്ക് ചേർക്കുകയാണ്. ഇനി ചെറുപയർ ചേർത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലൊന്ന് കഴുകി ഒഴിച്ചു. പിന്നെ അല്ലാതെ കുറച്ചും കൂടി ആ പയർ മുങ്ങുന്ന രീതിയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഒരു വിസിൽ മതിയാവും. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് വിസിൽ വന്നില്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു വിസിലിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ആവശ്യത്തിന് വെള്ളവുമാണ്. പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ചപ്പാത്തിക്കുള്ള കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ചെറുപയർ, അതായത് മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള ചെറിയ രീതിയിലുള്ള കുറുമ റെഡിയായി.